സിൽടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ നെക്സ്റ്റ് എക്സാമിലെ ഗ്രേഡ് 1 എക്സാമിന്റെ ടൈം ടേബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് എപ്പോഴായിരുന്നു? എക്സാം ഡേറ്റ് വരുന്നത് 27/6 ആണ് അല്ലേ? 27/6 ആണ് എക്സാം ഡേറ്റ് വരുന്നത്, അതായത് ജൂൺ 27 അല്ലേ? അപ്പോൾ നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജൂൺ 6 വരെയുള്ള ഡേറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് 90 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമും എത്ര ദിവസം ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. എന്നിട്ട് ഈ ഒരു 90 ഡേയ്സിന് നമ്മൾ ഈ ഒരു സിലബസിലേക്ക് അല്ലേ, നമുക്ക് 10 മൊഡ്യൂൾസ് തന്നെയാണ് ഇതെല്ലാം തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 10 മൊഡ്യൂൾസിന് നമ്മൾ ഇതിനെ 90 ഡേയ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് കറക്റ്റ് ഒരു 10 ഡേയ്സ് ഇല്ല അല്ലേ? പിന്നെ നമ്മൾ ഇപ്പോൾ തന്നിട്ടുള്ള ഒരു സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ സർവേയിങ് ആണ് ഇപ്പോൾ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു 10 മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്താലും മതിയില്ലേ? അപ്പം ഒരു സബ്ജക്റ്റിന് 10 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കിട്ടും. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതേ രീതിയിൽ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് നിങ്ങളതായിട്ടുള്ളൊരു പഠന രീതിയിൽ പഠിച്ചു വരുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ, അത് പ്രകാരം പഠിച്ചു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ഉള്ള സബ്ജക്റ്റ് അല്ലേ, ബാലൻസ് എനിക്ക് തോന്നുന്നുണ്ടാവുക ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ സിലബസിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ടാവും അല്ലേ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഒന്ന് നോക്കുക. അപ്പം ആ ഒരു ടൈം ടേബിളിൽ പിന്നെ പബ്ലിക് ഹെൽത്ത് സാനിറ്റേഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ, അപ്പം അത് നിങ്ങൾക്ക് മാറ്റിയെടുത്തിട്ട് ഒരു പേജിലേക്ക് എഴുതി വെച്ചിട്ട് ഇനിയുള്ള ഡേയ്സ് അതിൽ നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റ് മാറ്റി വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 90 ഡേയ്സ് കഴിഞ്ഞിട്ട് പഠിച്ചാലും മതി. ഗ്രേഡ് 1 മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളിപ്പം എല്ലാ എക്സാമും ഒരുമിച്ച് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈം ടേബിൾ പഠിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഡേയ്സ് റിവിഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയാൽ മതി അല്ലേ. അപ്പം നോക്കുക നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയുക. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈം ടേബിളിൽ ചേഞ്ചസും വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈമിൻ്റെത് പറഞ്ഞു അല്ലേ, കറക്റ്റ് 90 ഡേയ്സ് ആണ് നമുക്കുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം സിലബസ് തന്നിട്ടുണ്ട് അല്ലേ, സിലബസ് നമുക്ക് ഇങ്ങനെ കുറച്ച് വലിച്ചു നീട്ടി ഒരുപാട് പേജ് നമുക്കുണ്ട് അല്ലേ. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സിലബസ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ, ഏതൊക്കെ ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ അതിലോരോ കാര്യങ്ങളും ഒക്കെ അണ്ടർലൈനൊക്കെ ചെയ്തിട്ട് നിങ്ങളായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാം. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം 10 മൊഡ്യൂൾസ് ആണുള്ളതെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ നമുക്കതിൽ ഏതാണ് സബ്ജക്റ്റ് പറഞ്ഞിട്ടുള്ളത്? സർവേ 1 എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, 10 മാർക്കാണ്. അപ്പം അതിൽ നമുക്ക് മെയിനായിട്ട് നിങ്ങൾ സിലബസ് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സർവേയിങ്ങിൽ ഇവർ പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ വലിച്ചു നീട്ടി സർവേയിങ് 2 മൊഡ്യൂൾ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മേ ബി ടെൻഷൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതേ രീതിയിൽ എടുക്കണ്ട, നിങ്ങൾ സിമ്പിളായിട്ടൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഫസ്റ്റ് നമുക്ക് സർവേയിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. പിന്നെ നമുക്ക് ഇവർ പറഞ്ഞിട്ടുള്ളത് ചെയിൻ സർവേ ആണ്. പിന്നെ ടോപ്പിക് ഏതാണ്? പ്ലെയിൻ ടേബിൾ. പിന്നെ കോമ്പസ് അല്ലേ, കോമ്പസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? ലെവലിംഗ് അല്ലേ, ലെവലിങ്ങും കോണ്ടൂറിങ്ങും അല്ലേ, ലെവലിങ്ങും കോണ്ടൂറിങ്ങും. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ്. അപ്പം ഇങ്ങനെ എഴുതുന്ന സമയത്ത് എത്ര സിമ്പിൾ ആണ് അല്ലേ. എന്നിട്ട് നിങ്ങൾ സിലബസ് നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം ചെയിൻ, അതുപോലെ തന്നെ ചെയിൻ ആൻഡ് ടാപ്പ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ചെയിൻ ആൻഡ് ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ സബ്ജക്റ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലേ. അപ്പം ചെയിൻ റിലേറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അതിലിപ്പോൾ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഇൻ ചെയിൻ സർവേയിങ് ഉണ്ട്. അതുപോലെ തന്നെ
എറേഴ്സ് ഇൻ ചെയിനിങ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് അത് സിലബസിൽ ഇങ്ങനെ ടിക്കിട്ട് പോയാൽ മതി അല്ലേ. എന്നിട്ട് ആ ഒരു സിലബസിൽ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു ഹെഡിങ്ങിൽ ഒരു ഫൈനൽ ടിക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സിലബസ് കറക്റ്റ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പം ഇതേ രീതിയിൽ ഇപ്പം മൊഡ്യൂൾ 1 ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മൊഡ്യൂൾ 2 മൊഡ്യൂൾ 2 നമുക്ക് സർവേയിങ് 2 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെടുക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? ഫസ്റ്റ് 1 തിയോഡലൈറ്റ് ഉണ്ട്, പിന്നെ ടാക്യോമെട്രി ഉണ്ട് അല്ലേ, ടാക്യോമെട്രി, പിന്നെ കർവ്, പിന്നെ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് അല്ലേ, ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ടോട്ടൽ സ്റ്റേഷൻ അല്ലേ, ടോട്ടൽ സ്റ്റേഷൻ ഒക്കെ മോഡേൺ ഇൻസ്ട്രുമെന്റ്സിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ GPS, റിമോട്ട് സെൻസിങ് അല്ലേ, റിമോട്ട് സെൻസിങ് ആണുള്ളത്. അപ്പം ഇത്രയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതും സെയിം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള പോലെ തന്നെ നോക്കുക. നിങ്ങൾ സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക, പറ്റുന്നവരാണെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കുക. കാരണം എഴുതി നമ്മൾ അത്രയും കാര്യങ്ങൾ വലിച്ചു നീട്ടി എഴുതുമ്പോൾ നമ്മൾ അത്രയും ടൈം നമ്മൾ വെറുതെ സ്പെൻഡ് ആക്കും അല്ലേ. വെറുതെ അല്ല, അതിൽ നമുക്ക് കാര്യം ഉണ്ടാവും. എങ്കിലും നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് പ്രിന്റ് ഔട്ട് തന്നെ എടുക്കുക. എങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്ജക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പേപ്പറിലേക്ക് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ടൈം വേണ്ട. അപ്പം ഓക്കെ, നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പം പ്രിന്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ നിങ്ങൾ ഫോണിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൽ നോക്കുക. നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചോ ഇല്ല നമുക്ക് ടിക്കിട്ട് പോകാൻ പറ്റും അല്ലേ. നമ്മൾ ഇപ്പം ഫോണിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫോണിൽ തന്നെ അത് നോട്ടിലേക്ക് അത് കോപ്പി ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ ടിക്കിട്ട് അങ്ങനെയും പോവാം കേട്ടോ. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് സർവേയിങ്ങിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ സർവേയിങ്ങിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. കാരണം നമുക്ക് 2 മൊഡ്യൂളിൽ തന്നിട്ടുള്ളതിനെ കൊണ്ട് 10 20 മാർക്ക് വരുന്നുണ്ട് അല്ലേ. മാക്സിമം കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുക. അപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും മാക്സിമം സർവേ എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ തന്നെ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 3 വന്നിട്ടുള്ളത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് അല്ലേ. കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽ തന്നെ അല്ലേ. ബിൽഡിംഗ് മെറ്റീരിയലിൽ 10 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റോണ്, ക്ലേ ഉണ്ട്, ബ്രിക്ക്, ടൈല്, സിമന്റ്, മോർട്ടാർ, കോൺക്രീറ്റ്, പിന്നെ ആഡ് മിക്സ്ചേഴ്സ് ഉണ്ട്, ടിമ്പർ, പിന്നെ ഫെറസ് മെറ്റലും നോൺ ഫെറസ് മെറ്റലും അല്ലേ. ഫെറസ് മെറ്റൽ പിന്നെ അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽ. അപ്പം ഇതേ രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ 3 എണ്ണത്തിൻ്റെ എടുത്ത് എഴുതി കാണിച്ചതാണ്. ഇതേ രീതിയിൽ നിങ്ങൾ ഓരോ മൊഡ്യൂളും എടുത്തിട്ട് അതിൻ്റെ അത് എഴുതുക. ചുമ്മാ ഞാനിപ്പം ഇങ്ങനെ എഴുതി മാത്രം സമയം കളയുന്നില്ല. അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റോൺ അല്ലേ, സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് അറിയാലോ, സ്റ്റോൺ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം സ്റ്റോൺ എന്നുള്ള ഹെഡിങ് നിങ്ങൾ നോക്കി. പിന്നെ നമ്മൾ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ വരുന്നുണ്ട്. പിന്നെ വെറൈറ്റീസ് ഓഫ് സ്റ്റോണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അതിൽ തന്നെ ഇങ്ങനെ ബസാൾട്ട്, ട്രാപ്പ്, സാൻഡ് സ്റ്റോൺ, ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരിങ്ങനെ എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലോസീവ്സ് യൂസ്ഡ്, പിന്നെ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ. അപ്പം സ്റ്റോണിൽ തന്നെ ഇത്രയും സബ്ജക്റ്റ് ഒരിങ്ങനെ വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ടിക്കിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ടിക്കിട്ട് പോവാം. എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സ്റ്റോൺ എന്നുള്ള ടോപ്പിക്കിൽ വന്നിട്ട് ഒരു ഫൈനൽ ടിക്ക് ഇടാം അല്ലേ. അപ്പോൾ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് കവർ ആവുന്നതാണ്.
അപ്പം ഇത്രയാണ് ഇപ്പം നിങ്ങൾ സിലബസിനെ ഒന്നും ഇങ്ങനെ സിമ്പിളായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു മെത്തേഡ്. നിങ്ങൾക്ക് ആ ഒരു സിലബസ് അങ്ങനെ തന്നെ നോക്കി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നില്ലേ? ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. കുറേ കാലങ്ങളായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അധികം ഏരിയാസ് അറിയണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ മൊത്തം പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എല്ലാ സബ്ജക്റ്റും ഒന്ന് റിവിഷൻ എടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ കിട്ടും അല്ലേ? അപ്പം ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സിലബസും അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എഴുതേണ്ടതും കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമുക്ക് നമ്മളെ ടൈം ടേബിളിലേക്ക് പോവാം അല്ലേ? ടൈം ടേബിൾ പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മളെ സബ്ജക്റ്റ് കറക്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 90 days ആണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊരു കലണ്ടർ ഉണ്ടെങ്കിൽ കറക്റ്റ് അതിൽ നിങ്ങൾ ഡേയ്സൊക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഓരോ ഡേയ്സ് കവർ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ചുമ്മാ വെട്ടിപ്പോവുക അല്ലേ? നമുക്കത് കാണുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു മൈൻഡും കാര്യങ്ങളും ഒന്ന് കൂടും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. എന്നാലും പറഞ്ഞതാണ്, ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും പഠിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഓരോ ഡേയ്സ് കുറയുന്ന സമയത്ത് ഇത്ര ഡേയ്സേ നമ്മളെ മുന്നിൽ ഇനി ഉള്ളൂ എന്നുള്ളത് അത് ടെൻഷനായിട്ട് ഒരിക്കലും എടുക്കരുത്. കാരണം നിങ്ങളെ മൈൻഡിലേക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനും പറ്റില്ല അല്ലേ? നിങ്ങൾക്ക് പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ ഗ്രേഡ് 1 അല്ലെങ്കിൽ എക്സാംസ് വരാനുണ്ട്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ പഠിച്ചു പോവുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ടൈമിനിടയ്ക്ക് ഈ ഒരു സബ്ജക്റ്റ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തും പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെൻഷൻ പോയി കിട്ടും. എക്സാമിന് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഉണ്ടാവും നമ്മളെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടൈം അല്ലേ? ടൈം ഞാൻ എടുത്തിട്ടുള്ളത് 12 hours ആണ് കേട്ടോ. ഒരു ദിവസം നിങ്ങൾ മാക്സിമം 12 hours എങ്കിലും എടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് കുറയ്ക്കാം. അപ്പം നിങ്ങളൊരു പകുതി വെച്ചാണ് നിൽക്കുന്നതെങ്കിൽ എന്തായാലും ഈ ഒരു 12 hours അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഒരു 3 മാസം കൊണ്ട് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് എത്രത്തോളം ഈ സബ്ജക്റ്റ് ഒക്കെ കവർ ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റുന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? അപ്പം നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ടൈം ഉണ്ട്, ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പം നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഞാനിപ്പോൾ ഇടുന്ന ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് വെച്ചിട്ട്, ഇപ്പം സർവേയിങ് ആണ് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുക. എന്നിട്ട് മാക്സിമം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാ സബ്ജക്റ്റും ഒന്ന് ഓടിച്ചു പോയിട്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 20 മാർക്കോ 30 മാർക്കോ ആയിക്കോട്ടെ, ബാക്കി നിങ്ങൾക്കുള്ള 20 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഒരു 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? ആ ഒരു 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല പഠിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യനും ആൻസറും കാണുമ്പോൾ ആ ഒരു ആൻസറും അതിൻ്റെ ഓപ്ഷൻസും ഒക്കെ നിങ്ങൾ ബുക്കിലൂടെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും അല്ലേ? ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റായി നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പകുതി സ്റ്റേജിലൊക്കെ എത്തിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 90 days കൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 12 hours ആണ് അല്ലേ? 12 hours നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. നിങ്ങൾ എത്രത്തോളം പഠിച്ചെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ 12 hours 10 hours ആവാം, 8 hours ആക്കാം, 6 hours വരെ നമ്മൾ ഓൾറെഡി ടൈമിങ്ങും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളും ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട് അല്ലേ? അതേ രീതിയിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വരുന്നവരാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 12 hours സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 3 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ 6 മണി വരെ അല്ലേ, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും ഇത്. നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നവരാണെങ്കിൽ രാവിലെ എന്നുള്ള രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയാണ് നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചാൽ മനസ്സിലാവുക എന്നുള്ളതെങ്കിൽ ഈ ഒരു ടൈം രാത്രിത്തേക്ക് കൂട്ടിയെടുത്തിട്ട് രാവിലെ അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ 3 മണിക്ക് എണീച്ച് 6 മണി വരെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റായി. പിന്നെ 6 മണി കഴിഞ്ഞാൽ പിന്നെ 1 hour രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് 7 മണിക്ക് പഠിക്കാൻ തുടങ്ങാം. എന്നിട്ട് ഒരു 10 മണി വരെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു 20 minute അരമണിക്കൂർ കഴിയുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ
ബുക്കിൽ നിന്ന് എണീച്ച് പോകാന്നല്ല, അല്ലെങ്കിൽ ഫോൺ നോക്കുക എന്നല്ല, വേറെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ വേണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഡിസ്ട്രാക്ട് ആവാം അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതും തലയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ അതിൻ്റെ ഇടയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം വേണമെങ്കിൽ നിങ്ങളെ റൂമിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വിൻഡോ തുറന്നിട്ടിട്ട് പുറത്തേക്കൊന്ന് നോക്കി നിൽക്കുക, എന്നിട്ടൊന്ന് റിലാക്സ് ആവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു കുറച്ച് ടൈം മാത്രം വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഇൻവോൾവ് ആയി പിന്നെ മൈൻഡ് ഒന്ന് നോർമൽ ആക്കിയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂടും അല്ലേ. അപ്പം അതേ രീതിയിലൊന്ന് കൊണ്ടുവരാം. ഓക്കെ. അപ്പം പിന്നെ 10 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതായിട്ട് നിങ്ങൾക്കിപ്പം ചായ കുടിക്കാനുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുക. അപ്പം നിങ്ങൾ 1 അവർ നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്ക് ഒരു 11 മണി മുതൽ 12 മണി വരെ പഠിക്കാം. അപ്പം ഉച്ച ടൈമിലേക്ക് ആവുന്ന സമയത്ത് ഓരോരുത്തരുടെ ടൈം വ്യത്യാസം ഉണ്ടാവും. ഒരു നോർമൽ രീതി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു മൂഡും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് ഇത്രയും ടൈം പഠിച്ചൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ 12 മണിക്ക് നിർത്തിയിട്ട് പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു 3 PM സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഒരു 6 PM വരെ പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 20 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൈൻഡിലേക്ക് കാര്യങ്ങൾ കയറുന്നില്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിലാക്സ് ആവുക, എന്തെങ്കിലും വേറൊരു കാര്യത്തിലേക്ക് ഡിസ്ട്രാക്ട് ആവുക. ഫോണ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പോകരുത്. കാരണം അങ്ങനത്തേൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്ന അറിയില്ല അല്ലേ. നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും കുറച്ചൊന്ന് സംസാരിക്കുക, എന്നിട്ട് പിന്നെ തിരിച്ചു വരാം. അങ്ങനത്തെ രീതിയിൽ നോക്കുക. പിന്നെ നമുക്ക് ഇപ്പം 6 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും വൈകുന്നേരം നിങ്ങളായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം അല്ലെങ്കിൽ വേണമെങ്കിൽ പുറത്തു കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ വേണമെങ്കിൽ ആ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. ഫോൺ നിങ്ങൾ കൺട്രോളിൽ തന്നെ ഉണ്ടാവണം. അപ്പം നിങ്ങൾ റീൽസും കാര്യങ്ങളും കണ്ടിട്ട് ടൈം പോകരുത്. നിങ്ങൾക്ക് ഇത്ര ടൈമിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു കറക്റ്റ് ഒരു ബോധത്തോടു കൂടി വേണം നിങ്ങളിപ്പം ഏത് സ്ക്രീൻ ടൈം യൂസ് ചെയ്യാൻ. ഓക്കെ. അപ്പം 6 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് 7 മണിക്കാണ്. അപ്പം 7 മണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 9 മണി വരെ നിങ്ങൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞ് 9 മണിക്ക് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള സ്റ്റഡി സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ ഉറങ്ങാം അല്ലേ. പിന്നെ നമ്മൾ സെയിം ഈ ഒരു റൊട്ടീന് കറക്റ്റ് ഫോളോ ചെയ്യുക. 3 AM 6 AM എന്നുള്ള രീതിയിൽ. ഇതിപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് രാവിലെ എണീച്ച് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രാത്രിയാണ് പഠിക്കാൻ പറ്റുന്നവരെങ്കിൽ വേണമെങ്കിൽ ഒരു 12 മണിക്കൊക്കെ പഠിച്ച് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ രാവിലെ എണീച്ച് ഈ ഒരു 6 മണി വരെ ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 7 മണി മുതൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതാക്കാം അല്ലേ. ടൈം അങ്ങോട്ട് കൂട്ടിയെടുക്കാം. ഈ 9 എന്നുള്ളത് അങ്ങോട്ട് 12 മണിയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മളൊരു ബേസിക് ടൈം ടേബിൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ 12 hours ആയിട്ടുണ്ട് അല്ലേ. 3 AM to 6 AM എന്ന് പറയുന്ന സമയത്ത് 3 hour വരുന്നുണ്ട്. പിന്നെ 7 AM to 10 AM അല്ലേ, അതും ഒരു 3 hours നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 11 to 12 എന്ന് പറഞ്ഞാൽ 1 hour ആണ് വരുന്നത്. പിന്നെ 3 PM to 6 PM വീണ്ടും 3 hours വരുന്നുണ്ട്. പിന്നെ 7 to 9 എന്ന് പറയുമ്പോൾ 2 hours വരുന്നുണ്ട് അല്ലേ. അപ്പം 6, 7, 10, 12 hours അല്ലേ. ടോട്ടൽ 12 hours അങ്ങനെ നമ്മൾ പഠിക്കും അല്ലേ. ഈ ഒരു 12 hours വേണമെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് റിലാക്സ് ആവാൻ ഒരു അരമണിക്കൂർ അല്ലേ നമുക്ക് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്ത് കിട്ടുന്നത് ഒരു 11.5 അല്ലെങ്കിൽ 11 hours എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിൽ നല്ലത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും. കാരണം നമ്മളെ മൈൻഡിലേക്ക് കാര്യങ്ങളും കയറണല്ലേ. നമ്മൾ വെറുതെ ടൈം ഇത്ര 12 hours ബുക്കിൻ്റെ മുന്നിൽ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. ഇത്ര ടൈം നമ്മൾ ബുക്കിൻ്റെ മുന്നിൽ ഇരുന്നെന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഒരിക്കലും ലിസ്റ്റ് കയറാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു ടൈം പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കറക്റ്റ് ഇപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ആണല്ലേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിലേക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡ്രീം നിങ്ങൾ മൈൻഡിൽ കാണുക, ഒരു ജോലി കിട്ടി നിങ്ങൾ പോയി സൈൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡ്രീം ചെയ്തിട്ട് നിങ്ങൾ എക്സാമിലേക്ക് ഇരിക്കുക. ഇപ്പം നിങ്ങൾ എത്ര കട്ട് ഓഫ് വരും, എത്ര അത് വരും, നമ്മൾ എക്സാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഫേർട്ട് ഇടുക. കറക്റ്റ് ഒരു 90 days നിങ്ങൾ എഫേർട്ട് മാത്രം ഇടുക. റിസൾട്ട് എന്തോ ആവട്ടെ. ഇപ്പോൾ നമുക്ക് എക്സാം ഒരുപാട് വരുന്നുണ്ടല്ലേ. 2025 തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കൺഫർമേഷൻ അല്ല അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് എക്സാംസ് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം ഇല്ലെങ്കിൽ അടുത്തൊരു എക്സാമിലേക്ക് നമുക്കിത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ രീതിയിൽ പഠിക്കുക. എക്സാം, കട്ട് ഓഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ
നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ടേബിൾ കറക്റ്റ് നമ്മളൊരു ടൈമിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മാക്സിമം, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ലീവ് എടുത്തിട്ട് പഠിക്കാൻ നോക്കുക. നിങ്ങൾ എവിടെയും പഠിച്ചെത്താത്തവരാണെങ്കിൽ മാക്സിമം ഈ ഒരു ടൈമെങ്കിലും നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സിലബസ് അത്യാവശ്യം നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കതിൽ പഠിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് കറക്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണമെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു ടൈമെങ്കിലും ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ടൈം ടേബിൾ പറയാം അല്ലേ. ടൈം ടേബിൾ പറയുന്ന സമയത്ത് ഇന്നിപ്പോൾ വരുന്നത് മാർച്ച് 29 ആണ് അല്ലേ. അപ്പം നമുക്ക് മാർച്ച് 29, അപ്പം ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം കേട്ടോ, നാളേക്ക് എന്നല്ല. ഇപ്പം നമുക്ക് ഈ ഒരു ഇന്ന് മാക്സിമം, ഇന്നിപ്പോൾ നമ്മളെ വീഡിയോ വരുന്നത് 7 AM ആയിരിക്കും. അപ്പം ആ ഒരു ടൈമിന് ശേഷം നിങ്ങൾ മാക്സിമം എത്ര ടൈം നിങ്ങൾക്ക് ഇതിൽ കവർ ആവാൻ പറ്റുമോ അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകുക. കാരണം നമ്മളെ മുന്നിൽ ടൈം കുറവാണ്. അപ്പം ടൈം കുറവാന്നല്ല, 3 months ഉണ്ട്, പക്ഷെ നമുക്കതിനെ മാത്രം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം മാർച്ച് 29. അപ്പം ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പം ഈ ഒരു സിലബസിൽ തന്നെയാണ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിന് അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു ടൈം ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്യാം. മാർച്ച് 29 അല്ലേ, മാർച്ച് 29. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സർവേ തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ അതിലുള്ള ടോപ്പിക്ക് ലെവലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടൂറിങ് ഉണ്ട്, പിന്നെ തിയോഡലൈറ്റ് ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് 1 day കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കവർ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, സർവേൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ലെവലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് മൊഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ളത് സർവേൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ സർവേ, പിന്നെ അതുപോലെ തന്നെ ചെയിൻ സർവേ അല്ലേ, ചെയിൻ സർവേ ഉണ്ട്, പ്ലെയിൻ ടേബിൾ സർവേ ഉണ്ട് അല്ലേ. അപ്പം സർവേയും ചെയിൻ സർവേയും വേണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് മാർച്ച് 30 വരുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം കിട്ടും അല്ലേ. അപ്പം നിങ്ങൾ പ്ലെയിൻ ടേബിൾ സർവേ, പിന്നെ കോമ്പസ് സർവേ അല്ലേ, കോമ്പസ് സർവേ നിങ്ങൾ നോക്കുക. കോമ്പസ് സർവേ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഏരിയാസ് തന്നെ കവർ ചെയ്ത് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ സബ്ജക്റ്റ് പറയുന്ന സമയത്ത് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ 31 മാർച്ച് 31 വരികയാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ബാലൻസ് ഉള്ള സബ്ജക്റ്റ് ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നത്? ലെവലിംഗ് ഉണ്ട്, കോണ്ടൂറിങ് ഉണ്ട്, പിന്നെ തിയോഡലൈറ്റ്. അതും കൂടെ അന്നത്തെ ദിവസം നമ്മൾ ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കാര്യം തന്നെയാണ്. നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്തവരാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈം കറക്റ്റ് എഫക്റ്റീവ് ആവുക. അല്ലാണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ബുക്ക് നോക്കി തുടങ്ങുന്നവരാണെങ്കിൽ ഈ ഒരു ടൈം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കെ കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. നിങ്ങൾ പറ്റുന്ന രീതിയിൽ പഠിക്കുക, എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം മാർച്ച് 31 കഴിഞ്ഞു. പിന്നെ നമുക്ക് ഏപ്രിൽ 1 ബാലൻസ് സബ്ജക്റ്റും കൂടെ നോക്കാം അല്ലേ. കോണ്ടൂറിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോണ്ടൂറിങ് തിയോഡലൈറ്റ് വരെ നമ്മൾ നോക്കി. പിന്നെ ടാക്യോമീറ്റർ ഉണ്ട്, പിന്നെ കർവ്, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് അല്ലേ, അതുവരെ നോക്കുക. പിന്നെ ഏപ്രിൽ 2 വരുന്ന സമയത്ത് GPS, ടോട്ടൽ സ്റ്റേഷൻ, റിമോട്ട് സെൻസിങ് അല്ലേ, റിമോട്ട് സെൻസിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. എന്നിട്ട് ഏപ്രിൽ 3 നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പം ഏപ്രിൽ 3 നമ്മൾ ഈ ഒരു പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ഏപ്രിൽ 4 പോവാം. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഡേയ്സ് വരുന്നത് ടോട്ടൽ 6 days ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മൊഡ്യൂൾ കവറായി കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ സബ്ജക്റ്റ് എത്രത്തോളം സിമ്പിളാണ് ടഫാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളിത് എത്രത്തോളം പഠിച്ചെടുക്കുന്നത് എന്നുള്ളത് അല്ലേ. ഓൾറെഡി ഈ പറഞ്ഞല്ലോ, പഠിച്ചു തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ കൂടുതൽ യൂസ് ആവുക. ഓക്കെ, ഇനി നമ്മൾ ഏപ്രിൽ 4 മുതൽ അല്ലേ, ഏപ്രിൽ 4 മുതൽ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത്, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ആണ് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏപ്രിൽ 9 വരെയുള്ള
ഡേറ്റ് ആണ് എടുക്കുന്നത്. April 4 to April 9 നമ്മൾ എടുക്കുന്നത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 3യിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലേ. നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ നമുക്ക് മൊഡ്യൂളിൽ തന്നിട്ടുള്ളതാണെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ളത് നമ്മളിപ്പോൾ കുറച്ച് ചെയ്ത പോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ സിമ്പിൾ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തുടക്കത്തിൽ പഠിച്ചിട്ട് ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ള സിലബസിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ ഏത് സബ്ജക്റ്റ് ആണോ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുക അത് ആദ്യം പഠിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം മതി അല്ലേ. ബാക്കി ടൈം നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കാത്ത നോക്കാത്ത ഏരിയയിലേക്ക് കവർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ നോക്കാത്ത ഏരിയ ആദ്യം പഠിച്ച് നിങ്ങൾ മാക്സിമം ഡേയ്സ് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള 1-2 ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ April 4 മുതലുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ April 4 നമ്മൾ ഇപ്പം നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പറഞ്ഞിട്ടുള്ള എന്താണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ അല്ലെ. കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെതാണ് നമ്മൾ പറയുന്നത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ സ്റ്റോണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം April 4 നമ്മൾ സ്റ്റോണ്, ക്ലേ, ടൈല്, ബ്രിക്ക് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പം രണ്ടും ഇപ്പം നമുക്ക് സ്റ്റോൺ ആണെങ്കിലും ബ്രിക്ക് ആണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം അതാണ് പറഞ്ഞത് നിങ്ങൾ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതിനിരിക്കും. അപ്പോൾ നിങ്ങൾ 12 hours നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 12 hours ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ആദ്യം ഒരു ദിവസം നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആദ്യം പഠിക്കുക, ഏത് സബ്ജക്റ്റിൽ ഏത് പോർഷൻ ആദ്യം പഠിക്കണം എന്നുള്ളത് നിങ്ങൾ മാനേജ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം ഏതൊക്കെ അറിയില്ല എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, April 4 നമ്മൾ ഇത്രയും സബ്ജക്റ്റ് നോക്കി. പിന്നെ April 5 എടുക്കുകയാണെങ്കിൽ സിമെന്റും മോർട്ടാറും നോക്കാം അല്ലെ. സിമെന്റ് മോർട്ടാറും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമെന്റും മോർട്ടാറും കണക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. ഇത് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് April 4 ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ബാക്കി ചെയ്യുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ സ്റ്റോണും ക്ലേയും ടൈലും കവർ ചെയ്ത് ബ്രിക്ക് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ബ്രിക്കിനെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പിക്ക് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ കൂടെ കവർ ചെയ്ത് പോവുക. പിന്നെ April 6 നോക്കുകയാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റും ആഡ് മിക്സ്ചേഴ്സും എടുക്കാം അല്ലെ. കോൺക്രീറ്റ് പ്ലസ് ആഡ് മിക്സ്ചേഴ്സ് എന്ന് നോക്കാം. സെയിം നമ്മൾ മുന്നേ പഠിച്ചതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പിക്ക് ചെയ്തിട്ടിട്ട് കവർ ചെയ്ത് പോവുക. പിന്നെ April 7 എടുക്കുകയാണെങ്കിൽ അന്നത്തേക്ക് നമുക്ക് ഇതൊക്കെ ഞാൻ സിലബസിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് ഈ സബ്ജക്റ്റ് ഓരോ പോർഷൻസും പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും 3 ദിവസം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് എന്തായാലും ഒന്ന് പൊടി തട്ടി എടുക്കണം അല്ലേ. അപ്പം April 7 ഒന്ന് ജസ്റ്റ് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ടിമ്പർ എന്നുള്ള ടോപ്പിക്കും കൂടെ പഠിക്കുക. പിന്നെ April 8 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫെറസും പിന്നെ നോൺ ഫെറസ് മെറ്റലും പഠിക്കാനുണ്ട് അല്ലേ. ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ എന്നുള്ള ടോപ്പിക്ക് നോക്കുക. അപ്പം സെയിം നിങ്ങൾ മുന്നേ പഠിച്ചതിൽ ഏതെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കവർ ചെയ്യുക. റിവൈസ് ചെയ്തിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ടിമ്പറിൻ്റെ പോർഷൻ നിങ്ങളൊരു പകുതി വെച്ചാണ് നിർത്തിയത്, April 7 ഒരു പകുതി വെച്ച് നിർത്തിയതാണെങ്കിൽ അത് April 8 കവർ ചെയ്യുക അല്ലേ. അപ്പം പിന്നെ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. അതൊരു സിമ്പിൾ ടോപ്പിക് ആണെങ്കിലും നമുക്കതിൽ പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. വാല്യൂസ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പം റേഷ്യോ എത്ര മുതലാണ് എത്ര വരെയാണ് വരുന്നത്, അപ്പം ഏതൊക്കെയാണ് നോൺ ഫെറസ് മെറ്റൽ, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ April 9 നോക്കുകയാണെങ്കിൽ ഇതിൽ ബാലൻസ് ഉള്ളത് അല്ലേ. ഈ ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് പിക്ക് ചെയ്തിട്ട് പഠിക്കുക അല്ലേ. അപ്പം നമ്മളെ സിലബസ് നോക്കുക. അപ്പം സിലബസിലേക്ക് എഴുതിയിട്ടുള്ളത് അല്ലാണ്ട് ഏതെങ്കിലും ഒന്ന് ടോപ്പിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാവുന്നതാണ്. അതാണ് പറഞ്ഞത്, സിലബസ് നിങ്ങൾ ആദ്യം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ PDF കിട്ടും അല്ലേ. PDF കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇതുപോലെ തന്നെ വേണമെങ്കിൽ PDF നിങ്ങൾ എഡിറ്റ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ പോകാൻ പറ്റുന്നതാണ്. പറ്റുകയാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ 3rd മൊഡ്യൂളും കഴിഞ്ഞല്ലേ. 4th മൊഡ്യൂൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് April
നമ്മളിപ്പം മുന്നത്തെ സബ്ജക്റ്റിന് എടുത്തിട്ടുള്ളത് 6 days ആണ് കേട്ടോ. 6 days ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ April 10 to April 18 ആണ് എടുക്കുന്നത്. അപ്പം സബ്ജക്റ്റ് വരുന്നത് ഏതാണ്? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തന്നെ അല്ലേ. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി അല്ലേ. കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ്. അപ്പം ഇതിലും സെയിം നമുക്ക് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 9 days ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം 9 daysലേക്ക് ഇതിൽ കുറച്ചുകൂടെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്ലസ് കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സിലബസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഇതുപോലെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു അപ്പം സബ്ജക്റ്റ് എഴുതുകയാണെങ്കിൽ മേസൺറി വരുന്നുണ്ട് അല്ലേ. മേസൺറി വരുന്നുണ്ട്. പിന്നെ DPC പ്ലസ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, പിന്നെ ഫോം വർക്ക് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കഫോൾഡിങ് അല്ലേ. സ്കഫോൾഡിങ്, ഷോറിങ്, അണ്ടർ പിന്നിങ്. പിന്നെ വരുന്ന ടോപ്പിക് ഏതാണ്? പ്ലാസ്റ്ററിങ്, പോയിന്റിങ്, പിന്നെ റൂഫ്. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഓരോ ഡേയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ എഴുതിയതാണ്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ സിമ്പിൾ, ഏതാണോ പഠിച്ചതെന്നുള്ള രീതിയിൽ ഇത് മാനേജ് ചെയ്യാം. പിന്നെ റൂഫ് വരെയുള്ള ടോപ്പിക്ക് കവർ ചെയ്തു. പിന്നെ ഫൗണ്ടേഷൻ അല്ലേ. ഫൗണ്ടേഷൻ പ്ലസ് ഫ്ലോറിങ് നിങ്ങൾക്ക് എടുക്കാം. ഈ 9 days ഓരോ ഡേയ്സ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത്രയും നമ്മൾ പഠിച്ചത് നെക്സ്റ്റ് ഡേയിൽ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ അതിൻ്റെ തന്നെ കഴിഞ്ഞിട്ടില്ലല്ലേ നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ. പിന്നെ നമുക്ക് ലിൻഡിൽ നോക്കാനുണ്ട്. ലിൻഡിൽ പിന്നെ സൺഷെയ്ഡ് ഉണ്ട്. ലിൻഡിൽ സൺഷെയ്ഡ്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോർസ് ആൻഡ് വിൻഡോസ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കാം. പിന്നെ വേർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് അല്ലേ. വേർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ സ്റ്റെയർ, റാമ്പ്, എസ്കലേറ്റർ, ലിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു പോർഷൻസ് ഒരു ദിവസം കവർ ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ഇത്രയാണ് അല്ലേ. പിന്നെ റൂഫ് വരുന്നുണ്ട് അല്ലേ. റൂഫും സീലിങ്ങും വരുന്നുണ്ട്. റൂഫ് പ്ലസ് സീലിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെയറിൻ്റെത് പഠിക്കുന്ന സമയത്ത് തന്നെ അതിൽ നമുക്ക് ബിൽഡിംഗ് റൂൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാല്യൂസ് ഒക്കെ നോക്കാനുണ്ട്. അപ്പം KBR, NBR ഒക്കെ നോക്കിയിട്ടുള്ള വാല്യൂസ് കറക്റ്റ് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒരു റിവിഷൻ എന്നുള്ള രീതിയിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 9 daysനെ ഇതേ രീതിയിലാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് മാനേജ് ചെയ്യുക. അപ്പം 9 days ഇതേ രീതിയിൽ നോക്കുക. ഇനി നമുക്കിപ്പം ഇത്രയും സബ്ജക്റ്റ് ഞാനിപ്പോൾ എക്സാമ്പിൾ പോലെ ഇങ്ങനെ ഓരോ ലിസ്റ്റായിട്ട് എഴുതിയതാണ്. നെക്സ്റ്റ് ഞാൻ ഡേയ്സ് മാത്രം പറയാം. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ലിസ്റ്റ് ചെയ്തോളുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഡേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ ഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ March 29 അല്ലേ. March 29 ടു നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് എത്ര ദിവസമായിരുന്നു? April 3 വരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. April 3 വരെ എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ 6 days ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു 6 days നമ്മൾ പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 1ഉം 2ഉം കവർ ആയിട്ടുണ്ട് കേട്ടോ. മൊഡ്യൂൾ 1 പ്ലസ് മൊഡ്യൂൾ 2 കവർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് എടുത്തിട്ടുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലേ. ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല, നമ്മൾ സിലബസിലുള്ള പേര് തന്നെ പറയാം. കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് നമ്മൾ രണ്ടാമത് എടുത്തിട്ടുള്ളത്. അതിന് ഡേ കൊടുത്തിട്ടുള്ളത് April 4 to April 9 ആണ്. ടോട്ടൽ നമുക്ക് വരുന്ന ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ എടുത്തിട്ടുള്ളത് 6 days ആണ് അല്ലേ. പിന്നെ തേർഡ് വണ്ണ് വരുന്നത് സബ്ജക്റ്റ് ഏതാണ് വരുന്നത്? തേർഡ് നമുക്ക് മൊഡ്യൂൾ 4ലുള്ളതാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജി അല്ലേ. കൺസ്ട്രക്ഷൻ ടെക്നോളജി എടുക്കുകയാണെങ്കിൽ April 10 to
ഏപ്രിൽ 18 വരെയാണ്. ടോട്ടൽ നമ്മൾ എടുത്തിട്ടുള്ള ഡേയ്സ് എന്ന് പറഞ്ഞാൽ 9 ഡേയ്സ് ആണ് കേട്ടോ. 9 ഡേയ്സ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇനി പറയാത്ത കാര്യങ്ങൾ അല്ലേ, ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ ടെക്നോളജി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാനുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് റിവിഷൻ എന്നുള്ള രീതിയിലും എടുക്കാം, നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. പിന്നെ നമുക്ക് 1 ഡേ, ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്, അതൊന്ന് ബാലൻസ് ചെയ്തെടുക്കേണ്ടിയിട്ട്. പിന്നെ നമുക്ക് 4ാമത്തെ മൊഡ്യൂൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 20-ാം തീയതി മുതലാണ് കേട്ടോ. ഏപ്രിൽ 20 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വരുന്നത് നമ്മളെ സിലബസിൽ തിയറി ഓഫ് സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് അല്ലേ വരുന്നത്. തിയറി ഓഫ് സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിലും അതിൽ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ എഴുതുക ആദ്യം, എന്നിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ, അതായിരിക്കും നന്നാവുക. തിയറി ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഫോഴ്സ്, മൊമെന്റ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെയാണ് തിയറി ഓഫ് സ്ട്രക്ചറിൻ്റെ എന്താണ് ബീം, ബെൻഡിങ്, ടോർഷന്, സിമ്പിൾ ബെൻഡിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഷിയർ സ്ട്രെസ്, അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതേ രീതിയിൽ നിങ്ങൾ ലിസ്റ്റ് ആക്കിയിട്ട് എഴുതുക, എന്നിട്ട് തന്നെ ടിക്ക് ഇട്ടിട്ട് പഠിച്ചു പോവുക. അപ്പം തിയറി ഓഫ് സ്ട്രക്ചർ ആണ് നമ്മൾ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പം പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ 20 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 20 ടു ഏപ്രിൽ 24 ആണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള ടോപ്പിക്ക് കവർ ചെയ്യാൻ എടുക്കാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് 5 ഡേയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം TS തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും പിന്നെ വേറെ പോർഷൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏപ്രിൽ 25 മുതൽ അല്ലേ, ഏപ്രിൽ 25 മുതൽ 29 വരെ, ഏപ്രിൽ 25 മുതൽ ഏപ്രിൽ 29 വരെ നിങ്ങൾക്കിപ്പം ഈ ഒരു സിലബസിൽ TSന്റെ ബാലൻസ് പോർഷൻസ് അല്ലേ, ബാലൻസ് പോർഷൻസ് നോക്കാം. അതിനും 5 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5ാമത്തത് അല്ലേ, 5ാമത്തെന്ന് പറയുന്ന സമയത്ത് നമ്മളെ മൊഡ്യൂള് 6 ആണ് വരിക. അപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പോർഷനാണ് നോക്കാനുള്ളത്, എസ്റ്റിമേഷൻ ആണ് അല്ലേ, ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള രീതിയിൽ നോക്കാനാണുള്ളത്. അപ്പം ഏപ്രിൽ 30 മുതൽ നമ്മൾ മെയ് 4 വരെയാണ് കേട്ടോ, 4th മെയ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് ഈ ഒരു QS എന്നുള്ള സബ്ജക്റ്റ്, ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള സബ്ജക്റ്റ് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് യൂസ് ആവുന്നത് അതേ രീതിയിൽ പഠിച്ചെടുക്കുക. നമ്മൾ 5 ഡേയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഏപ്രിൽ 5 അല്ലേ, ഏപ്രിൽ 5 ടു ഏപ്രിൽ 7 ആണ്. അതിന് നമുക്ക് ഇറിഗേഷൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മൊഡ്യൂൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ 7th മൊഡ്യൂളിൽ പറയുന്നത് ഇറിഗേഷൻ ആണ്. അപ്പം ഇറിഗേഷൻ എന്നുള്ള സബ്ജക്റ്റിന് നമ്മൾ 3 ഡേയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മുന്നുള്ള സബ്ജക്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് നേരത്തെ കഴിയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഏപ്രിൽ 7 വരെയുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ 7 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 10 വരെ, ഏപ്രിൽ 8 ടു ഏപ്രിൽ 10 നമുക്ക് ഇറിഗേഷനിൽ തന്നെ, ഇറിഗേഷൻ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രോളജിയും കൂടെ ചേർത്തിട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഹൈഡ്രോളജി എന്നുള്ള സബ്ജക്റ്റിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഈ ഡേയ്സിൽ പഠിക്കാം. അപ്പോൾ അതിന് 3 ഡേയ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 7th മൊഡ്യൂളിന് നമ്മൾ 6 ഡേയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ 8 അല്ലേ, 8ാമത് നമുക്ക് ഏതാണ് നോക്കാനുള്ളത്, നമ്മളെ സിലബസിൽ 8ാമത്തത് വരുന്നത് ജിയോടെക് ആണ് അല്ലേ. ജിയോടെക്കിൻ്റെ ഡേറ്റ് വരുന്നത് നമുക്ക് ഏപ്രിൽ 9 ടു ഏപ്രിൽ 10 വരെ നമ്മൾ ഹൈഡ്രോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഏപ്രിൽ 10 ടു നമ്മൾ എടുക്കുന്നത് ഏപ്രിൽ 11 ടു നമ്മൾ എടുക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 17 വരെയാണ്. ഏപ്രിൽ 17 വരെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോടെക്കിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്കാണ്. ജിയോടെക്കിൻ്റെ
കംപ്ലീറ്റ് ടോപ്പിക്കാണ്. അപ്പം ഇതിന് 7 days ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 9 അല്ലേ. നെക്സ്റ്റ് നമുക്ക് April 18 to April 26 ആണ് വരുന്നത്. April 26 വരെ നമുക്ക് നോക്കാനുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷന് കൊടുത്തിട്ടുള്ള ഡേയ്സ് എന്ന് പറഞ്ഞാൽ 9 days ആണ് കേട്ടോ. അപ്പം 9 daysൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ ഏതൊക്കെ ഏരിയ നോക്കാനുണ്ട്? ഹൈവേ ഉണ്ട്, റെയിൽവേ ഉണ്ട്, ടണൽ ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, എയർപോർട്ട് ഉണ്ട് അല്ലേ. അപ്പം ഇത്രയും പോർഷൻസ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ മൊഡ്യൂൾസിലെ തന്നെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് April 27 അല്ലേ. April 27 to May 5 വരെ അല്ലേ. May 5 വരെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിലുള്ള ഏരിയ ആണ് വരുന്നത്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പം അതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ഓരോ മൊഡ്യൂളിനും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും 10 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്. 10 മൊഡ്യൂൾസിൽ 10 മാർക്ക് എന്നുള്ള രീതിയിലാണുള്ളത്. അതിൽ 2 മൊഡ്യൂളായിട്ട് പറഞ്ഞിട്ടുള്ളത് സർവേ മാത്രമാണ്. ബാക്കി ഒന്നിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ നമുക്ക് സിലബസ് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം May 5 ആകുമ്പോഴത്തേക്ക് നമ്മൾ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നോക്കുക, ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ടിടുക. ഇതിൽ നമ്മൾ സൺഡേ ആയിട്ടോ അല്ലാണ്ട് നമുക്ക് നമ്മളായിട്ടുള്ള ഇപ്പം കുറേ ഫെസ്റ്റിവൽ സീസൺസും വരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആ ഒരു ഡേയ്സിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് സ്കിപ്പായിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കവർ ചെയ്തെടുക്കുക. നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡേ വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇപ്പം May 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ. പിന്നെ May 6 മുതൽ May 15 വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റിവിഷൻ ആണ് എടുക്കേണ്ടത്. ടോട്ടൽ 10 days ഓരോ മൊഡ്യൂളിന് വെച്ചിട്ട് ഓരോ ഡേ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മുന്നുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു 10 days മുന്നോട്ടേക്ക് കൂട്ടിയെടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് May 16 മുതൽ May 26 വരെ അല്ലേ, ലാസ്റ്റ് ടൈം വരെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. ഇതെന്തായാലും ചെയ്യണം. കാരണം നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളിപ്പം ഇത്രയും സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും. അത് ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു കറക്റ്റ് ഈ ഒരു ഡേയ്സിലെങ്കിലും നമുക്കൊരു 11 days വരുന്നുണ്ട് അല്ലേ. May 16 മുതൽ 26 വരെ 11 days വരുന്നുണ്ട്. അപ്പം ഈ ഒരു 11 daysൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, അതിൽ റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു റോങ് ആയിട്ടുള്ള ആൻസേഴ്സും ആ ഒരു ഏരിയയും കൂടെ കംപ്ലീറ്റ് കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിളിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പം എല്ലാവർക്കും ഒരു ടൈം ടേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ കറക്റ്റ് നിങ്ങളിപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സർവേ പഠിക്കണം എന്നില്ല, ഇതേ പറഞ്ഞ ഡേറ്റിൽ ഇന്ന സബ്ജക്റ്റ് തന്നെ പഠിക്കണം എന്നില്ല. നിങ്ങളെ സൗകര്യത്തിന് നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ്, ഏതാണോ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ആ ഒരു കാര്യങ്ങൾ നോക്കി മാത്രം പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് നീറ്റായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സാം എന്നുള്ള രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോവുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം പഠിച്ച് തുടങ്ങിയവരാണെങ്കിൽ ടെൻഷൻ വേണ്ട. ഈ ഒരു ടൈമിലൊന്നും ചിലപ്പോൾ നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അതുപോലെ നിങ്ങളുടെ ഇപ്പം പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ നോട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കോളേജിൽ യൂസ് ചെയ്ത ബുക്സ് ഉണ്ടാവില്ല, അത് വെച്ചിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത്തെ നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്തായാലും നിങ്ങളതായിട്ടുള്ള ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് ഏതെങ്കിലും ഒരു കോഴ്സിൽ ചേർന്നിട്ട് എന്തായാലും നിങ്ങൾ അതൊരു ഹാൻഡ് റിട്ടൺ നോട്ടായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കണം. അത് നിങ്ങളതില്ലെങ്കിൽ നിങ്ങളതായിട്ട് ഒരു ബുക്ക് വാങ്ങുക. നിങ്ങൾക്കിപ്പം ഓൺലൈനായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ അതിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇപ്പോഴത്തെ
നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ബുക്സ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഹാൻഡ് റിട്ടൺ നോട്ടാണെങ്കിലും ഏതെങ്കിലും നമ്മൾ പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ള നോട്ട് വാങ്ങുക, അല്ലെങ്കിൽ ഓതേഴ്സിൻ്റെ ബുക്ക് തന്നെ വാങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കിപ്പം കറക്റ്റ് ഒരു ഓതറിൻ്റെത് വാങ്ങിയിട്ട് ആ ഒരു ബുക്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു സബ്ജക്റ്റിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിൻ്റെ ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ ആണ് കേട്ടോ. നിങ്ങളിപ്പം ഏതൊരു കോച്ചിങ് ചെയ്യുന്നതിലും എഫക്റ്റീവ് ആയിട്ടുള്ള അതായിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നോട്ടാണ് അല്ലേ. ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങി അതിൽ നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കി അതിൽ നിന്ന് പിന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോഴേക്ക് തന്നെ ആ ഒരു ഏരിയ നിങ്ങൾ കറക്റ്റ് കവർ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് അതാണ്. അപ്പം അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുക. പക്ഷെ അതിപ്പോൾ ചെയ്യേണ്ട കാര്യമല്ല പറഞ്ഞത്. ഇപ്പം നിങ്ങൾ കോളേജ് ബുക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ബുക്സ് വാങ്ങിക്കുക, എന്നിട്ട് അത് പഠിച്ചു പോവുക. എന്നിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം വരുമ്പോഴേക്ക് ഇതേ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു ടൈം ടേബിൾ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യുക. മാക്സിമം അവേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒരു 3 മാസം ലീവ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഗ്രേഡ് 1 എക്സാം കറക്റ്റ് ക്യാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ജോബ് ഒന്ന് ലീവ് എടുക്കുക. എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നിങ്ങൾ ലീവ് എടുക്കാൻ നോക്കുക. എന്നിട്ട് മാക്സിമം നിങ്ങൾ പഠിക്കുക. മാക്സിമം ടൈം നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി എല്ലാ സബ്ജക്റ്റും പഠിച്ച് ഒരു 3 മന്ത് എന്നുള്ളത് റിവിഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരോട് കൂടെയാണല്ലേ നമ്മൾ കോമ്പറ്റീറ്റീവ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും ആ ഒരു ഓർമ്മ വേണം. ജസ്റ്റ് നമ്മൾ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്, നിങ്ങൾ എത്ര പഠിച്ചോ എന്നുള്ളതല്ല, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എത്ര പഠിച്ചോ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്താൻ. ഇപ്പം റാങ്ക് 1 അല്ലേ, നിങ്ങളെപ്പോഴും ആര് പഠിക്കുന്ന സമയത്ത് റാങ്ക് 1 ആണ് അല്ലേ അച്ചീവ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും ഇപ്പം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തേണ്ടത്. അപ്പം അത് ഡ്രീം അച്ചീവ് ചെയ്യുക. അതേ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക, കറക്റ്റ് പഠിച്ചു പോവുക. ഇപ്പോൾ ഹൗസ് വൈഫ്സ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ ടൈം 12 hours നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, പക്ഷെ അതിൽ കിട്ടുന്ന ടൈം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എഫേർട്ട് ഇടുക, എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കറക്റ്റ് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ എഴുതി വെച്ചിട്ടോ തന്നെ പഠിക്കുക. സിലബസ് തന്നിട്ടുണ്ട്, അപ്പം സിലബസ് പ്രകാരം തന്നെ മാക്സിമം നോക്കുക. എന്നിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സിലബസിന് പുറത്ത് ചോദിച്ചാലോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പുറത്തുള്ള കുറേ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു തന്നിട്ടുള്ള അല്ലാണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ. ഓക്കെ, അപ്പം അതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.